ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഷൈൻ നമ്മൾ വർക്കിനായിട്ട് ഇടുന്നുണ്ട്. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, അതേപോലെ ചെയിൻ സ്പോക്കറ്റ് മാറ്റണേഴ്സ് പറഞ്ഞിട്ടുണ്ട്, വാട്ടർ സർവീസ്. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാൽ അവർക്ക് കേട്ടോ. ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, വാട്ടർ സർവീസ്, കൂടാതെ ചെയിൻ സ്പോക്കറ്റ് മാറ്റാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചെയിൻ സ്പോക്കറ്റൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്, മാക്സിമം അഡ്ജസ്റ്റിങ് ആയണം. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതിൽ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബ്ബും ബെയറിങ്ങും ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ സ്പോക്കറ്റിൻ്റെ ബെയറിങ് നമ്മൾ നോക്കുമ്പോൾ വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പക്ഷേ ചെയിൻ സ്പോക്കറ്റ് നല്ല കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നല്ലോണം ലൂസ് ഉണ്ട്, തന്നെല്ലാം അഡ്ജസ്റ്റിങ് പരമാവധി വലിച്ചു തീർന്നിട്ടുണ്ട്. അതിനേക്കാളും ഒരു ബാക്ക് സൈഡൊക്കെ നോക്കുമ്പോൾ ചെയിൻ കൃത്യമായിട്ട് പിടിക്കാത്തൊരു കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ടൈറ്റ് ചെയ്താലും അത് ക്ലിയറായിട്ട് കിട്ടില്ല. കാരണം ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഫ്രീ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ടൈറ്റ് ചെയ്താലും സൗണ്ട് മാറാൻ പോകണില്ല. ഇനിയിപ്പോൾ കണ്ണെടുത്ത് ഇടാമെന്ന് വെച്ചാലും സൗണ്ട് 100% മാറില്ല. അതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം കേട്ടോ. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്നതും ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതേപോലെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പ്ലേ ഉണ്ട്, അതും കൂടി ചേഞ്ച് ചെയ്യണം. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണേ. ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. നിലവിൽ കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ബാറ്ററി നമുക്ക് 2025 ബാറ്ററി, പുതിയ ബാറ്ററി ആണ് കേട്ടോ, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ മെയിനായിട്ട് നമുക്ക് അതൊക്കെയാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം, സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്യേണ്ട. പിന്നെ അത് കൂട്ടത്തിൽ കൂടെ ഉണ്ടല്ലോ, നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഹെഡിൻ്റെ ഈ ഭാഗത്ത് ലീക്ക് ഉണ്ട്, ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിലിങ്ങനെ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ നമുക്ക് ആ ഹെഡ് കവർ ഗ്യാസ്കറ്റും മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ കുറേ കൂടി കഴിയുമ്പോഴത്തേക്കും ഇതിൽ കൂടെ ഇങ്ങനെ ഓയിൽ ഒഴുകി മൊത്തം ആകെ അലമ്പാവും. തന്നെയല്ല എഞ്ചിനിൽ തന്നെ ഓയിൽ പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അതും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് വിടാം. അപ്പോൾ ഞാനതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ. നമുക്ക് ഇതിൻ്റെ വണ്ടി ഓൾറെഡി നമുക്ക് സർവീസ് ബുക്കിങ്ങിലാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ വണ്ടി ബുക്ക് ചെയ്യാതെയാണ് വന്നായിരുന്നത്. അപ്പോൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബുക്കിംഗ് വണ്ടികൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി കയറുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വൈകിട്ടുണ്ട്, ലേറ്റായിട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് കംപ്ലീറ്റ് ആവില്ല, നാളെയാണ് തീർത്ത് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. ഉച്ചയാകുമ്പോഴത്തേക്കും വാട്ടർ സർവീസോടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റാക്കാം. ഓക്കെ.